ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 31-ാം തീയതി. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 30-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് സ്ത്രീകളും പരിവർജന വ്രതങ്ങളും എന്നാണ്. ഇതിന് കൊടുക്കാവുന്ന ഒരു ഹെഡിങ് അതാണ്, സ്ത്രീകളും പരിവർജന വ്രതങ്ങളും. അതായത് സ്ത്രീകൾ എടുക്കുന്നതായിരിക്കുന്ന വ്രതങ്ങൾ, ഞാൻ ഇന്നത് ചെയ്യുകയില്ല, ഇന്നത് കഴിക്കുകയില്ല, ഇന്നത് കുടിക്കുകയില്ല എന്നിങ്ങനെ പരിവർജനം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വ്രതങ്ങൾ ഒരു സ്ത്രീ എടുത്താൽ ആ വ്രതത്തിന് എങ്ങനെയാണ് അത് നിയമാനുസൃതമാക്കേണ്ടത്, എപ്പോഴാണ് അത് നിയമാനുസൃതം അല്ലാതെയാകുന്നത് മുതലായ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. സ്ത്രീകളും പുരുഷന്മാരും ദൈവമുൻപാകെ ഒന്നുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നുള്ള വ്യത്യാസമില്ല. പക്ഷേ കുടുംബജീവിതത്തിൽ സ്ത്രീയെന്നും പുരുഷനെന്നുള്ള വ്യത്യാസമുണ്ട്. ഭർത്താവ് എന്ന് പറയുന്നതല്ലല്ലോ ഭാര്യ എന്ന് പറയുന്നത്, രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അപ്പനമ്മ ബന്ധങ്ങളൊക്കെ കുടുംബത്തിലുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, എല്ലാവരും ദൈവമക്കളാണ്, സ്നേഹസഭാംഗങ്ങളാണ്. അതുകൊണ്ട് ഈ പരിവർജന വ്രതമെന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഇനി മതപരമായ കാര്യത്തിലായാലും വ്യക്തിപരമായ കാര്യത്തിലായാലും കുടുംബകാര്യത്തിലായാലും ഒരു സ്ത്രീ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം തൻ്റെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ഒക്കെ അംഗീകാരത്തോടു കൂടെ ആയിരിക്കണം എന്നതാണ് ഈ പരിവർജന വ്രതത്തിലെ പ്രധാനമായിരിക്കുന്ന ആശയം. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ഒരു പ്രമാണം വെച്ചു? പുരുഷന്മാർക്ക് ആരോടും ആലോചിക്കാതെ തീരുമാനം എടുക്കുക, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആലോചിക്കാതെ തീരുമാനം എടുത്തുകൂടാ? അതൊരു നല്ല ചോദ്യമാണ്. ഇപ്രകാരം ഒരു നിയമം വയ്ക്കുവാൻ കാരണം സ്ത്രീകൾക്ക് തീരുമാനശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, സ്ത്രീകൾ ദൈവം മുൻപാകെ തുല്യ പ്രാധാന്യമില്ലാത്തവരുകൊണ്ടുമല്ല. പിന്നെ എന്താണ്, ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒട്ടും പുറകിലുമല്ല. അവർക്ക് ബുദ്ധിയോടുകൂടി തീരുമാനമെടുക്കാനുള്ളതായിരിക്കുന്ന ശക്തിയുണ്ട്. അതെ, പിന്നെയോ സ്ത്രീയുടെ തീരുമാനങ്ങൾ കുടുംബജീവിതത്തെ ഹനിക്കുകയും കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുതെന്ന് വെച്ചാണ്. ഒരു ഭാര്യ എടുക്കുന്ന തീരുമാനം ഭർത്തൃഭാര്യ ബന്ധത്തെയും അതുപോലെ മക്കളെ വളർത്തുന്നത് സംബന്ധിച്ചും അത് ആ കുടുംബത്തെ ബാധിക്കാത്ത നിലയിൽ വേണം ആ തീരുമാനമെടുക്കാനായിട്ട്. ഏത് വിഷയത്തിലായാലും സ്ത്രീ എടുക്കുന്ന സ്ത്രീയാണല്ലോ ആഹാരം പാചകം ചെയ്യുന്നത് വീടുകളിൽ. സാധാരണ അങ്ങനെയാണ്. പുരുഷന്മാർ പാചകം ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ലെങ്കിലും അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ മേലാൽ മാംസം തിന്നുകയില്ല എന്ന് പറഞ്ഞാൽ ആ മാംസം ഭക്ഷിക്കുന്നതായിരിക്കുന്ന കുടുംബത്തിലെല്ലാവരെയും അത് ബാധിക്കും. ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കാൻ ഞാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് നമുക്ക് പ്രയാസം വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന വളരെ കുറച്ച് സ്ത്രീകളെ ഉള്ളൂ. ഒരു സാധനം പാചകം ചെയ്തിട്ട് അത് കഴിക്കാത്ത ആളാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സ്ത്രീ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം എന്തായിരുന്നാലും ശരി, വിവാഹിതയാണെങ്കിൽ ഭർത്താവിൻ്റെയും അവിവാഹിതയാണെങ്കിൽ പിതാവിൻ്റെയും അംഗീകാരം വേണമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ അത് ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്രകാരം ഒരു നിയമം ദൈവം വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് തീരുമാനശേഷി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, വിവേകം കുറവായതുകൊണ്ടുമല്ല. വിവേകത്തിൻ്റെ കാര്യത്തിനും തീരുമാനത്തിൻ്റെ കാര്യത്തിനും പുരുഷന്മാരെക്കാൾ ഒട്ടും പുറകിലല്ല സ്ത്രീകളെന്ന് ഞാൻ പറയട്ടെ. പിന്നെയോ സ്ത്രീയുടെ തീരുമാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബജീവിതത്തെ ഹനിക്കുകയും കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത് എന്ന് ദൈവം നിശ്ചയിച്ചതുകൊണ്ടാണ്. ഒരു ഭാര്യ എടുക്കുന്ന ഏത് തീരുമാനവും ഭർത്തൃഭാര്യ ബന്ധത്തെ തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ ബ്രഹ്മചാര്യം പാലിക്കാനായിട്ട് പോവുകയാണ്, വിവാഹിതയാണെങ്കിലും ഇനിയും എൻ്റെ ഭർത്താവുമായി ശാരീരിക ബന്ധം എടുക്കില്ലെന്നൊരു സ്ത്രീ തീരുമാനിച്ചാൽ അതോടെ കുടുംബജീവിതത്തെ തകർത്ത് കളയും. അപ്പോൾ അത് ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടെ എങ്കിൽ ശരി, അങ്ങനെ എടുക്കണമെന്നല്ല പറയുന്നത്, അത് ശരിയാണെന്നും അല്ല പറയുന്നത്. എങ്കിലും ഭർത്താവിൻ്റെ അംഗീകാരത്തോടു കൂടിയാണെങ്കിൽ അത് കുടുംബബന്ധത്തെ എത്രത്തോളം ബാധിക്കുകയില്ല. പക്ഷേ സ്ത്രീ ഏകപക്ഷീയമായിട്ട് എടുക്കുകയും അത് ബൈൻഡിങ് ആണെന്ന് വരികയും ചെയ്താൽ വലിയ പ്രയാസമാണ്. അതെ, അതുകൊണ്ട് ദൈവം പറഞ്ഞു, വിവാഹിതരായിരിക്കുന്ന സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ അംഗീകാരം ആവശ്യമാണ്. അവിവാഹിതരായ പെൺകുട്ടികളാകുമ്പോൾ പിതാക്കന്മാരുടെ അംഗീകാരം ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആലോചനകൾക്ക് ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കാനെന്നാണ്. ഭർത്താവ് സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് ഭാര്യയും ഭർത്താവും സംസാരിക്കണം. എന്നിട്ട് ഭാര്യയും ഭർത്താവും അതിൽ എഗ്രി ചെയ്യണം. ഭാര്യയുടെ ആഗ്രഹമാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഭർത്താവ് ശരി, നീ ചെയ്തോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയണം. ലജ്ജ കൂടാതെ അങ്ങനെ പറയാനായിട്ട് ഇടയാകണം. അങ്ങനെ ആലോചിച്ച് തീരുമാനമെടുത്താൽ പിന്നീട് ആ തീരുമാനത്തെ മാറ്റേണ്ടതായിട്ട് വരികയില്ല. കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ അത് ഹനിക്കുകയുമില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തീരുമാനമാണല്ലോ. എന്നാൽ അങ്ങനെ അല്ലാതെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാലത്ത് നമുക്കറിയാം കുടുംബ കേന്ദ്രീകൃതമായിരുന്നു ജീവിതം എന്ന് പറയുന്നത്. ഫാമിലി സെൻറ്റേർഡാണ്.
അന്ന് എല്ലാ തീരുമാനങ്ങളും പ്രവർത്തികളും കുടുംബത്തിൻ്റെ നന്മയെ കൂടി കണക്കാക്കിയായിരുന്നു എടുത്തിരുന്നത്. ഭർത്താവ് ഭാര്യയുമായും പ്രായമുള്ള മക്കളുമായിട്ടുമൊക്കെ ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ ഇന്നാകട്ടെ വ്യക്തി കേന്ദ്രീകൃതമാണ്. ഇന്ന് സെൻറ്റർ ഓഫ് ദ ഫാമിലി ഈസ് എ ഇൻഡിവിജ്വൽ, നോട്ട് ദ ഫാമിലി. ഇന്ന് കുടുംബ കേന്ദ്രീകൃതമല്ല, വ്യക്തി കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കാര്യം ഭാര്യ ചെയ്യുന്നു, ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യം ഭർത്താവ് ചെയ്യുന്നു, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യം മക്കൾ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ കാര്യം ഞാൻ നിശ്ചയിച്ചോളാം, അതിലാരും കൈകടത്തേണ്ട ആവശ്യമില്ല, കൈകടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതേറെ ആപൽക്കരമാണ്. ഇഷ്ടമുള്ളപ്പോൾ പോവുക, ഇഷ്ടമുള്ളപ്പോൾ വരിക, ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കുക, ഇഷ്ടമുള്ളപ്പോൾ വിവാഹം ഒഴിയുക എന്നൊക്കെ വന്നാൽ എങ്ങനെയാണ് ജീവിതം? ഇതിപ്പോൾ അങ്ങനെയാണ്. ഇന്ന് കുടുംബം പറയുന്നൊന്നും കേൾക്കില്ല. 40 വയസ്സായ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ നിൽപ്പുണ്ട്. അവരെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ മാതാപിതാക്കൾ ആലോചിക്കാത്തതുകൊണ്ടൊന്നുമല്ല. എനിക്ക് വേണ്ട എന്ന് പറയും. എനിക്ക് വേണ്ടപ്പോൾ ഞാൻ നിശ്ചയിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വിവാഹത്തെ സംബന്ധിച്ചും മറ്റനേക കാര്യങ്ങളെ സംബന്ധിച്ചും, വിവാഹം കഴിച്ചാൽ മക്കളില്ലാത്തവരുണ്ട്, 4, 5, 6 വർഷമായാലും മക്കളില്ലാത്തവർ, നിങ്ങൾക്ക് എന്താ കുഞ്ഞുങ്ങളെ മക്കളില്ലാത്ത, ഞങ്ങൾ നിശ്ചയിച്ചോളാം ഇപ്പോൾ മക്കൾ വേണമെന്നുള്ളത് അങ്ങനെ പറയും. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നും കുടുംബത്തിൻ്റെ ആ കേന്ദ്രീകൃത രൂപം മാറ്റി വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ അത് ശരിയല്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഈ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ സമ്മതം, അപ്പൻ്റെ സമ്മതം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതെ, ബൈബിൾ പറയുമ്പോൾ ഒരു പുരുഷൻ തൻ്റെ കന്യകയ്ക്ക്, തൻ്റെ മകൾക്ക്, കന്യകയായ മകൾക്ക് പ്രായമായി എന്ന് കണ്ടിട്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് നല്ല കാര്യമാണ്. ഇനി ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്നില്ലെന്ന് പിതാവ് നിശ്ചയിച്ചത് അത് നല്ല കാര്യമാണ്. അത് മക്കളുമായിട്ട് ആലോചിച്ചൊക്കെയാണ്. വിവാഹം ആഗ്രഹിക്കാത്ത ഒരു മകളാണ് എങ്കിൽ ആ മകളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പനും മകളും ആലോചിച്ചിട്ട് ശരി, എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നുള്ള തീരുമാനം. എന്നാൽ അതൊരു കുടുംബ തീരുമാനമാണ്. അങ്ങനെ വേണമെന്നാണ് ദൈവം പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇത്തിരി സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മദ്യവും മയക്കുമരുന്നും പരസംഗവും തേടി പരതി നടക്കുന്നതായിരിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത്. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥിതി അല്ലാതെ ഞാൻ പറയാം ആർക്കും സ്ഥായിയായ സന്തോഷവും സമാധാനവും സുസ്ഥിരതയും അനുഭവിക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ പ്രകാരം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ അവിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ തീരുമാനം നിങ്ങൾ വളരെ അന്വേഷിക്കുകയും ഒരു അഭിപ്രായ ഐക്യതയ്ക്ക് വരികയും ചെയ്യണം. നിങ്ങൾ വിവാഹിതയാണെങ്കിൽ നിങ്ങൾ ഭർത്താവുമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. കുടുംബത്തിൻ്റെ ഭദ്രതയെ അത് ബാധിക്കും, സന്തോഷത്തെ അത് ബാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് പരിവർജന വ്രതങ്ങൾ നേരാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള തീരുമാനമുണ്ട്. പക്ഷേ ആ തീരുമാനം സബ്ജക്റ്റഡ് ടു ദി അപ്രൂവൽ ഓഫ് ദി റെലവൻ്റ് അതോറിറ്റി, ബന്ധപ്പെട്ട അധികാരസ്ഥരുടെ അംഗീകാരത്തിന് വിധേയപ്പെട്ടാണ് അതിരിക്കുന്നത്. അവിവാഹിതരുടെ കാര്യത്തിൽ പിതാവും വിവാഹിതരുടെ കാര്യത്തിൽ ഭർത്താവും. തീർച്ചയായിട്ടും അങ്ങനെയാണ് കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ദൈവവചനത്തിൻ്റെ ക്രമീകരണ പ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.